ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മല്ലുളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നത്. കൂടുതലും മലയാള ചിത്രങ്ങൾ ഈ ഒരാഴ്ചയിൽ OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നാൻസി റാണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഹാന കൃഷ്ണൻ, അർജുൻ അശോകൻ, അജ്ജു വർഗീസ്, അതുപോലെ തന്നെ ഇന്ദ്രൻസ്, ഇർഷാദ് അലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലെടുത്ത ചിത്രമായിരുന്നു നാൻസി റാണി എന്ന് പറയുന്നത്. ചിത്രം തിയേറ്റർ റിലീസ് ആയിട്ടില്ല. ഏകദേശം ഒരു 3-4 കൊല്ലം ചിത്രം പെട്ടിയിലകത്തിരിക്കുന്നതായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനിടയിൽ നിന്ന് ഡയറക്ടർ മരണപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ചിത്രം റിലീസിന് എത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം യൂട്യൂബിലൂടെ റിലീസിന് എത്തിക്കുകയാണ്. സ്പീഡ് ഓഡിയോസ് ആൻഡ് മൂവീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം യൂട്യൂബിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ദിലീപ്, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, അതുപോലെ തന്നെ ജോണി ആൻ്റണി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി C5ലൂടെ മലയാളം, തമിഴ് എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജ്ജു വർഗീസ്, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, ജോണി ആൻ്റണി, ആനന്ദ് മന്മഥൻ, ശ്രുതി സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വെച്ച് നേരിട്ടിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സൈനാപ്ലൈ ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ 20-ാം തീയതി സൈനാപ്ലൈയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഏകദേശം ഒന്നെങ്കിൽ നൈറ്റ് ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. കേരള ക്രൈം ഫയൽസ് സീസൺ 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. 2023 ഈ ഒരു വെബ് സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു സീസണിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൻ്റെ സീസൺ പാർട്ടാണ്. സെക്കൻഡ് സീസണാണ് ഇത്, കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്നത്. നമ്മുടെ അർജുൻ രാധാകൃഷ്ണൻ, ലാൽ, അജ്ജു വർഗീസ്, ഇന്ദ്രൻസ്, അതുപോലെ ശ്രീ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലും എടുത്താകുന്ന ഒരു വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി പാനിന്ത്യ ഭാഷയിലൂടെയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എല്ലാം സെറ്റാണ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിബിൻ ജോസ്, അതുപോലെ തന്നെ സൈജോ അടിമാലി, സുമേഷ് ചന്ദ്ര, രാജീവ് രാജൻ, ഡയന അമിത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള മറ്റൊരു കോമഡി ഡ്രാമ മൂവിയായിരുന്നു എല്ലാം സെറ്റാണ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സിംപ്ലി സൗത്താണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജിൻ ഇൻ ദ പെറ്റ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മുകൻ റാവു, അതുപോലെ തന്നെ ബാലശരവണൻ, ഇമാൻ അണ്ണച്ചി, അതുപോലെ തന്നെ രാധാ രവി, ഭവ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി ഫാൻറ്റസി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു ജിൻ ഇൻ ദ പെറ്റ് എന്ന് പറയുന്നത്. മെയ് മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി സൺനെസ്റ്റിലൂടെ തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സേവ് നല്ലവ സംഖ്യ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ലാല അഭിനയിച്ചിട്ടുള്ള എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവരുടെ പേരോ ഡീറ്റെയിൽസ് ഒന്നും വ്യക്തമായിട്ടില്ല. ഒരു റൊമാൻറ്റിക് വെബ് സീരീസ് ആണ്. ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി നമ്മുടെ ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. തമിഴ് ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഒരു റൊമാൻറ്റിക് വെബ് സീരീസ് ആണെന്നുള്ളൊരു അപ്ഡേറ്റ് മാത്രം പുറത്തു വന്നിട്ടുണ്ട്. വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കലിയുഗം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ശ്രദ്ധ ശ്രീനാഥ്, അതുപോലെ തന്നെ കിഷോർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു കലിയുഗം എന്ന് പറയുന്നത്. മെയ് മാസത്തിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം
സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 സിംപ്ലി സൗത്തിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാമൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സൂരി, അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി, സ്വാസിക വിജയ്, രാജ് കിരൺ, ബാലശരവണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ, റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഇതിലെടുത്താകുന്ന ചിത്രമായിരുന്നു മാമൻ എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എയ്സ് സർപ്രൈസ് റിലീസായിട്ട് എത്തിയതുപോലെ ഈ ചിത്രം ഈ ആഴ്ച ഈ വരുന്ന ജൂൺ മാസം 20 സർപ്രൈസ് റിലീസായിട്ട് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റൈഡ് 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ അജയ് ദേവ്ഗൻ, രതീഷ് ദേശ്മുഖ്, അതുപോലെ തന്നെ വാണി കപൂർ, രജിത് കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിലൂടെ താഴ്ന്നൊരു ചിത്രമാണ് റൈഡ് 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നല്ല വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. മെയ് മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 അല്ലെങ്കിൽ ജൂൺ 27 ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മഹാറാണി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ റോഷൻ മാത്യു, ഐശ്വര്യ അശോകൻ, അതുപോലെ തന്നെ ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ എടുത്താകുന്ന ചിത്രമായിരുന്നു മഹാറാണി എന്ന് പറയുന്നത്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മനോരമാക്സ് ആണ്. മനോരമാക്സിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിലൂടെ ഇതിൻ്റെ ടെലിവിഷൻ പ്രീമിയർ ഉടൻ തന്നെ സ്ട്രീമിങ്ങിന് എത്തുന്നുണ്ട്. മേ ബി തോന്നുന്നു സൺഡേ ആയിരിക്കും ഈ ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയർ എത്തുക. അതിനുശേഷം നെക്സ്റ്റ് വീക്കിലൂടെ മനോരമാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അതായത് ജൂൺ 27 ചിത്രം മനോരമാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ടോവിനോ തോമസ്, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു വിജയം നേരിടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂൺ മാസം 27 ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം തമിഴ് ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആസാദി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ശ്രീനാഥ് വാസി, വാണി വിശ്വനാഥ്, അതുപോലെ തന്നെ രവീന രവി, ലാൽ, സൈജു കുറുപ്പ്, അതുപോലെ തന്നെ TJ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുന്ന ചിത്രമായിരുന്നു ആസാദി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഇപ്പോൾ മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ മമ്മൂട്ടി, ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ അക്കിം ഷാജഹാൻ, സുമിത് നേവൽ, ഈശ്വരി മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചു. ഒപ്പം തന്നെ നമ്മുടെ ഗൗതം വാസുദേവൻ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളം മൂവിയായിരുന്നു ബസൂക്ക എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ C5 ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ജൂലൈ ഫസ്റ്റ് വീക്ക്, ജൂലൈ 4 അല്ലെങ്കിൽ ജൂലൈ 11 ചിത്രം സ്ട്രീമിംഗ് ആയിരിക്കാനാണ് C5ലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലോട്ട് തന്ന ചിത്രമായിരുന്നു സൂപ്പർ സിന്ദഗി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സൺനെസ്റ്റ് ആണ്. ഈ ചിത്രം ഓൾറെഡി ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഫ്ലവേഴ്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സൺനെസ്റ്റ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂൺ മാസം 27 സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു കോമഡി ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തഗ് ലൈഫ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ കമലഹാസൻ, അതുപോലെ തന്നെ സിംബു, ജോജു ജോർജ്, തൃഷ കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മണിരത്നം സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ഗാങ്സ്റ്റർ മൂവിയായിരുന്നു തഗ് ലൈഫ് എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതായിട്ടുള്ള ഈ ചിത്രം ഓൾറെഡി ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജൂലൈ 31 സ്ട്രീമിംഗ് ആരംഭിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇനി അധികമൊന്നും വൈകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മേ ബി ചിത്രം ജൂലൈ ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോട് കൂടിയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ജൂൺ 20 ലീക്ക്ഡ് റിലീസ് എത്താനോ അല്ലെങ്കിൽ ജൂലൈ 27 ലീക്ക്ഡ് റിലീസ് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.